അതേസമയം നെടുമ്പാശ്ശേരിയിൽ അല്പസമയത്തിനകം ഒരാൾ കടലോളം സങ്കടവുമായി, നിർവചനീയമായ സങ്കടക്കടലുമായി ഒരാൾ വിമാനമിറങ്ങും. ആ പുറത്ത് മക്കളിൽ ഒരാൾ കാത്തുനിൽപ്പുണ്ട്. രണ്ടുപേരും കാത്തു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരാളുടെ ചേതനയറ്റ ശരീരമാണിപ്പോൾ സുജയെ കാത്തിരിക്കുന്നത്. ബന്ധുക്കളെല്ലാം സുജയെ കാത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പുറത്തുണ്ട്. അല്പസമയത്തിനകം ഇൻഡിഗോ വിമാനത്തിൽ സുജ കുവൈത്തിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തും. 5 മാസമായി സുജ കുവൈത്തിലേക്ക് പോയിട്ട്. ഈ മരണവിവരം അറിയുമ്പോൾ തുർക്കിയിലായിരുന്നു. തുർക്കിയിൽ നിന്ന് കുവൈത്തിലെത്തി. കുവൈത്തിൽ നിന്ന് സുജ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നു. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, ആ ഇൻഡിഗോ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടോ? പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എത്ര മണിയാകുമെന്നാണ് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്? നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണാം. മിഥുൻ്റെ അമ്മ സുജയെ കാത്തിരിക്കുകയാണ്. ബന്ധുക്കൾ പുറത്ത്, ബന്ധുക്കളും ഇളയ മകനും അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇളയ മകനെ കാണാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൻ. അതേസമയം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുനാണ് മരിച്ചത്. ഇൻഡിഗോ ഫ്ലൈറ്റ് നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ സുജ പുറത്തേക്ക് ഇറങ്ങി വരും. അഹമ്മദ് മുസ്തഫ, ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ടോ? എപ്പോഴത്തേക്ക് സുജ പുറത്തേക്ക് വരും? സൈഫുദ്ദീൻ, നിലവിൽ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 8:55 വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അത് പിന്നീട് ചില ഇവിടുന്ന് സിഗ്നൽ നൽകാനുള്ള ചില താമസങ്ങൾ കാരണം അതിങ്ങനെ വട്ടമിട്ട് പറന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ 10 മിനിറ്റാണ് ഇപ്പോൾ ബന്ധുക്കളോടും ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. വിത്തിൻ ഒരു 10 മിനിറ്റിനകം പുറത്തേക്ക് അമ്മയ്ക്ക് വരാനാകുമെന്നുള്ളതാണ്. എന്തായാലും മിഥുൻ്റെ സഹോദരൻ ഉൾപ്പെടെ, സഹോദരി സുജയുടെ ജ്യേഷ്ഠ സഹോദരി ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ മാത്രം, ഒപ്പം തന്നെ നാട്ടിലുള്ള 2-3 സുഹൃത്തുക്കൾ, മുൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. അവർക്ക് പോലീസ് എല്ലാവിധ സഹായവും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ അവിടെ കൊല്ലത്തെത്തുന്നത് വരെ, കൊട്ടാരക്കര എത്തുന്നത് വരെയുള്ള, തേവലക്കരയിൽ എത്തുന്നത് വരെയുള്ള റോഡ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഹായവും പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ക്രമീകരണങ്ങളാണ്. പ്രത്യേകിച്ച് വിദേശത്തുള്ള അമ്മ വരിക എന്ന് പറയുമ്പോൾ ഒട്ടനവധി തടസ്സങ്ങൾ, അത് എംബസിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആ യാത്ര ക്രമീകരിക്കലായിരുന്നു സംസ്ഥാന സർക്കാരുമൊക്കെ ആദ്യം ചെയ്തത്. അത് വളരെ പെട്ടെന്ന് തന്നെ അത് ആ രൂപത്തിൽ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ 8:55 ഷെഡ്യൂൾ ചെയ്തിരുന്ന ഇൻഡിഗോ വിമാനത്തിൽ അമ്മ സുജ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കളുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്തത് മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും 10 മിനിറ്റിനകം തന്നെ പുറത്തേക്ക് വരാൻ കഴിയുമെന്നാണ്. അതിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു സെക്യൂരിറ്റി ക്ലിയറൻസിന് അപ്പുറത്തേക്ക് മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ കഴിയും. ഇവരുടെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ആ മിഥുൻ്റെ ഇളയ സഹോദരൻ, ആ കൊച്ചു പയ്യൻ ഇവിടെയുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ അമ്മയുമായുള്ള സമാഗമം ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും വികാരഭരിതമായിരിക്കുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. എല്ലാ കണ്ണുകളും മിഥുൻ്റെ സഹോദരൻ്റെ മുഖത്തേക്കാണ്. ഇപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഏത് രീതിയിലായിരിക്കും ആ ഒരു സമാഗമം ഉണ്ടാവുക എന്നത്, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്കാണ് അമ്മ മനം പൊട്ടി വന്നിറങ്ങുന്നത്. അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും സ്വാഭാവികമായും.
പിന്നീടുള്ള ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നീട് കൊല്ലം വരെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് യാത്ര മറ്റു തടസ്സങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുക. നേരത്തെ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമപ്രകാരം ഒരുപക്ഷെ 1 മണിയോടുകൂടി അങ്ങോട്ട് എത്താൻ കഴിയും എന്നാണ് നേരത്തെ ഇവിടെ വന്ന ആളുകൾ നമ്മോട് സംസാരിച്ചത്. അവർ ഇങ്ങോട്ട് ഒരു 4-4.5 മണിക്കൂർ എടുത്തു എന്നാണ്. പക്ഷേ തിരികെ പോകുമ്പോൾ അത്രയും സമയം വേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പോലീസിൻ്റെ അവിടെ നിന്നുള്ള ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന ആളുകളുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് അവരോടും വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മിഥുൻ്റെ അമ്മ സുജ ഇവിടെ എത്തും. സുജയെ കൊണ്ടുപോകാനും ആശ്വസിപ്പിക്കാനും ഒക്കെയായി സുജയുടെ ജ്യേഷ്ഠ സഹോദരിയുണ്ട്, മകനുണ്ട്, അടുത്ത ചില ബന്ധുക്കളുണ്ട്. ഈ മിഥുൻ്റെ അമ്മയുടെ കൂടെ അമ്മയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടും അച്ഛൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ വളരെ ഏതാനും ചില ആളുകൾ മാത്രമാണ് ഉള്ളത്. നേരെ ഇത് കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തായാലും 8:55 വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. സിഗ്നൽ ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് 8:59, പിന്നീട് 9:02, അവസാനം 9:12 എത്തുമെന്ന് അറിയിച്ചു. പിന്നീട് 9:08 വിമാനം ലാൻഡ് ചെയ്തു. എന്തായാലും ഒരു 10-15 മിനിറ്റിനകം പരമാവധി ആ സമയത്തിനകം പുറത്തേക്ക് വരുമെന്നാണ് വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ അറിയിച്ചത് എന്നാണ് ബന്ധുക്കൾ നമ്മോട് വ്യക്തമാക്കുന്നത്. അത് അങ്ങനെ തന്നെയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ആ രൂപത്തിലൊരു പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റിനകം ഒക്കെ 9:30 അകം ഇങ്ങോട്ടേക്ക് വരും, പുറത്തേക്ക് വരും. നേരെ വാഹനം അകത്തേക്ക് കയറ്റിയിടാൻ അവരോട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ടാക്സി വാഹനം നേരെ ഈ സുജയുമായി കൊല്ലത്തേക്ക് യാത്ര തിരിക്കും. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കിയ തേവലക്കരയിലെ മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് അമ്മ വന്ന ശേഷം മാത്രം നടത്താമെന്ന് കുടുംബം തീരുമാനിക്കുകയും അങ്ങനെ ആദ്യം ഈ അപകടം പറ്റിയെന്നൊരു വിവരം അമ്മയെ അറിയിക്കുകയും മറ്റു വിശദാംശങ്ങൾ പങ്കുവെക്കാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു കുടുംബം സ്വീകരിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലായിരുന്നു അവർ അതിനെ സമീപിച്ചത്. പക്ഷേ പിന്നീട് അമ്മയോട് തന്നെ കൃത്യമായി വിവരം പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അമ്മ വളരെ പെട്ടെന്ന് തന്നെ, അവർ തുർക്കിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ഒരു കുടുംബത്തോടൊപ്പം തുർക്കിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഈ വിവരം അറിയുകയും പെട്ടെന്ന് തന്നെ മടക്കയാത്രക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും പ്രത്യേകിച്ച് എംബസി ഉൾപ്പെടെ ഇടപെടുകയും അവർക്ക് വേണ്ട യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു നൽകിയതോടുകൂടി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ എത്താനുള്ള മാർഗങ്ങൾ ഒരുങ്ങി. അങ്ങനെയാണിപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 9:08 9:10 വിമാനം ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വിവരണാതീതമാണ്. അവരുടെ ഒരു വല്ലാത്ത അവസ്ഥ ബന്ധുക്കളെ കാണുമ്പോൾ കഴിഞ്ഞ 2 ദിവസമായി വിദേശത്ത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു മാതാവിൻ്റെ അവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. അത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കൊച്ചുമകൻ കൂടി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അത് ആ ഒരു സമാഗമം ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളെ കാണുമ്പോൾ മുജ്തബ, ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ പിന്നെ എത്ര സമയത്തെ യാത്രയുണ്ട് ഇവർക്ക് തേവലക്കരയിലേക്ക്? നേരെ വീട്ടിലേക്കായിരിക്കുമല്ലേ പോവുക? ഇവിടെ നിന്ന് ഒരു 4-4.5 മണിക്കൂറുണ്ടോ കൊല്ലത്തേക്ക്? 4-4.5 മണിക്കൂറുണ്ട് പൊതുവേ ഉള്ള യാത്ര. പക്ഷേ ഇപ്പോൾ പിന്നെ അവർ പോലീസിൻ്റെ സഹായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വിളിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ, ഇടപ്പള്ളിയിൽ നിന്ന്. കൂടെ പോലീസ് എസ്കോർട്ട് ചെയ്യുന്നില്ലല്ലോ? ഇല്ലല്ലോ, ഓരോ പോലീസ് അതിർത്തിയിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല കൂടെ വരേണ്ട, അത്ര ലോങ് വരേണ്ട. ഇപ്പോൾ ഒരു 9:30 ഇവിടുന്ന് യാത്ര തിരിച്ചാൽ ഒരു 1 മണി 1:30 കൂടി അങ്ങോട്ടേക്ക് 1:30 2 മണിക്കാവും ചെല്ലും.